നമസ്കാരം. എൻ്റെ കൂടെ ഇന്ന് റോയ് ആണ്. റോയ് എന്ന് പറഞ്ഞാൽ പലരും അറിയില്ല, പക്ഷെ രേഖാചിത്രത്തിലെ ഒരു വഴിതിരിവായ ഒരു കഥാപാത്രമാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ആ തുന്നൽക്കാരൻ അല്ലെങ്കിൽ ടൈലർ, ആ ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം കൊണ്ട് ആൾക്കാരെ അല്ലെ തെറ്റിദ്ധരിപ്പിച്ചൊരു വ്യക്തിയാണ്. ഈ ഒരു പാവ മനുഷ്യനാണോ എൻ്റെ മുന്നേ ഇരിക്കുന്നത്? കഥയിലൊരു വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത റോയ് ആണ് എൻ്റെ മുന്നേ ഉള്ളത്. നമസ്കാരം റോയ്. D2D ടോക്സിന്റെ ബിനു ആണ്. സുഖമായിരിക്കുന്ന? നമസ്കാരം. എവിടെയുള്ള? ഞാൻ ഇപ്പൊ വീട്ടിലുണ്ട്. ഓക്കെ. കുറച്ചും കൂടെ ഒന്ന് ഒച്ചത്തിൽ പറയാം. ഇപ്പൊ വീട്ടിലുണ്ട്. നാട്ടിലെവിടെയാ? പലർക്കും അറിഞ്ഞോ? ആലുവക്കാരനാണ് ഞാൻ. ആലുവക്കാരനാണ്. ഓക്കെ. ആലുവയിലാണ് സ്വദേശം. ഇപ്പൊ 2 സിനിമ അടുത്തടുത്ത് വന്നു. ആക്ച്വലി രേഖാചിത്രവും ഈ പറഞ്ഞ പോലെ എമ്പുരാനിൽ ഒരു പാസിംഗ് ഷോട്ടിലല്ലേ പെട്ടെന്നുണ്ടായിരുന്നു അല്ലേ? 2 വിജയ ചിത്രങ്ങളുടെ ഭാഗമാണ് അല്ലേ? അപ്പൊ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. അപ്പൊ റോയ് ആലുവക്കാരനാണ്. റോയെ കുറിച്ചൊന്ന് പറയാം. രേഖാചിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് റോയെ കുറിച്ചൊന്ന് പറയാം, കൂടുതൽ വിവരങ്ങൾ. ഞാൻ ആലുവക്കാരനാണ്. പിന്നെ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞ റോയ് ആരാണ്, റോയ് എന്താണ് എന്നൊക്കെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഞാൻ പറയാന്ന് വെച്ചാൽ ബിനു എന്നോട് ഇങ്ങോട്ട് ഓരോന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ എളുപ്പമായിരിക്കും. ആണോ? ആയിക്കോട്ടെ. അപ്പൊ ശരിക്കും സ്വദേശം ആലുവ തന്നെയാണോ? ആലുവ തന്നെ. ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്, എറണാകുളമാണ്. പക്ഷെ ഫാദറൊക്കെ ആലപ്പുഴ ഭാഗത്താണ്. ഒരു ആലുവക്കാരൻ എങ്ങനെയാണ്? ഇപ്പം ഞാൻ പലയിടത്തുനിന്നും വായിച്ചു മനസ്സിലാക്കി സിനിമാ മോഹം ഉള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് വന്നാണ്. അപ്പൊ എന്താണ് ശരിക്കുള്ള പ്രവൃത്തി മണ്ഡലം? എന്താ? ശരിക്കും എന്റെ ശരിക്കുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നേഴ്സായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഓഹോ. ചെറുപ്പം മുതലേ ഇതിനോടുള്ള ഒരു പാഷനോട് ഭയങ്കര ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമെന്നല്ല, അതിനപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അത് പറയാം. പക്ഷെ നമ്മുടെ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അറിയാലോ, പണ്ടത്തെ സിനിമയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്, കോണ്ടാക്ട് ചെയ്യാൻ മൊബൈൽ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളതിൽ നിന്ന് ഒരുപാട് ഗ്യാപ്പായിരുന്നു. പക്ഷെ എന്നാലും അവരോടൊക്കെ ചില സമയങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമ്മളുടെ ജീവിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടം വിട്ടു പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. പിന്നെ പോയി അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ നീറി കിടക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെയും ഒരു സ്ഥിരമായൊരു നിലനിൽക്കാൻ പറ്റാത്ത മനസ്സ് അവിടെ ഓസ്ട്രേലിയയായിട്ട് ചേർന്ന് പോകുന്നില്ല. എവിടെയാണ് മനസ്സ്? ശരീരം അവിടെ, മനസ്സിവിടെ. അങ്ങനെ ഒരു സിറ്റുവേഷനില് പല സ്ഥലങ്ങളിൽ, ദുബായിൽ കുറെ നാൾ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ പോയി അവിടെ സെറ്റിൽ ആകാൻ ശ്രമിച്ചു, നടക്കണില്ല. അപ്പൊ അവസാനം ഞാൻ വിചാരിച്ച് നടപടിയാകത്തില്ല, തിരിച്ചു വന്ന് ഇവിടെ ഇത് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. എത്ര കാലമായി ഓസ്ട്രേലിയയിൽ വന്നിട്ട്? എത്ര കാലമായി നാട്ടിൽ വന്നിട്ട്? ഇപ്പൊ ഞാൻ 2-2.5 വർഷമായി ഇവിടെ. അപ്പൊ 2.5 വർഷം സിനിമയുടെ പുറകെ തന്നെയായിരുന്നു അല്ലെ? 2.5 വർഷമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഹൈസ്കൂൾ ടൈമിൽ തന്നെ ഞാൻ ഇതിന്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ സിനിമ തന്നെ കണ്ടിട്ടില്ല. ഞാൻ സിനിമേനെ കണ്ടുകൊണ്ട് പുറകെ നടക്കുക എന്തെങ്കിലും ഒരു ചാൻസിനുണ്ട്. പക്ഷെ അന്നൊക്കെ അത് വേറൊരു രീതിയിൽ ഭയങ്കരമായ നമുക്കൊന്നും എത്തിപ്പെടാതെ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഇപ്പൊ കുറെ കൂടി ഇതായി. അപ്പം ഞാനതിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുമോ? ഹൈസ്കൂളിൽ തുടങ്ങിയ പ്രണയമാണ് സിനിമയിൽ എത്തണമെന്നുള്ളത് അല്ലെ? അങ്ങനെ ആദ്യമായിട്ട് ഓഡിഷനോ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ 9-ലാണോ 10-ലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബോൾഗാട്ടി പാലസ്, എറണാകുളം ബോൾഗാട്ടി പാലസിൽ ഞങ്ങൾ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ അവിടെ കുറെ പിള്ളേരാണ് അവിടെ. പിള്ളേരൊക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഒരാളിങ്ങനെ പറയുന്നു, നാളെ ഞങ്ങളിടയ്ക്ക് അങ്ങനെ സൺഡേയിലും ഈവനിലൊക്കെ ഞങ്ങളവിടെ അന്നൊക്കെ അവിടെ കുറച്ച് വിശ്രമിക്കുക, പിള്ളേര് സെറ്റുകൾ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നതും ഒരു രസമുള്ള സ്ഥലം ബോൾഗാട്ടി പാലസൊക്കെയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിന്ന്. അപ്പൊ അവരൊന്ന് നാളെ ഇന്നത്തെ റിനൈൻസ് നമ്മുടെ പാലാരിവട്ടത്തുള്ള ഒരു ഹോട്ടൽ ഉണ്ടല്ലോ, പോളക്കുളം ടൂറിസ്റ്റ് ഹോം, അവിടെ നാളെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആളെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉള്ളില് ലഡു അല്ല പൊട്ടിയത്, അമിട്ട് പൊട്ടി. സിനിമയിലേക്ക് ആളെ എടുക്കുന്നു. അപ്പൊ എവിടെ അത് വട്ടം പിടിച്ച് ഓടിച്ചെന്നപ്പം ഇവിടെയാണ്, പോളക്കുളം ടൂറിസ്റ്റ് ഹോമിലാണ് നാളെ. അതും കൊച്ചി ഹനീഫ സാറിന്റെ പടമാണ്. റഹ്മാനും ലിസിയാണ് അതിലെ
Okay. നായകന്മാര്. ആ അപ്പൊ പിന്നെ അന്നത്തെ റഹ്മാനൊക്കെ ഇങ്ങനെ ഒരു ഹാർട്ട് ത്രോബ് ആണല്ലോ അല്ലേ? അവരുടെയൊക്കെ അതെ അതെ. അത് അന്നൊക്കെ നമുക്ക് അവരെയൊക്കെ അടുത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല അന്ന്. ആ അപ്പൊ അവരുടെ സിനിമയിലേക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പിറ്റേന്ന് വെളുപ്പിന് പോയി. അന്ന് നമുക്ക് ഇങ്ങനെ സ്വന്തം വണ്ടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല, ബസ് കയറി പോകണം. ഉവ്വ. ബസ് ഇന്ന് ആൾക്കാർ കയറി പോകുന്നുണ്ട്, അത് വലിയ അത്ഭുതമല്ല. എങ്കിൽ കൂടി അന്നൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏരിയ, ഞാൻ കുറച്ച് ആലുവന്ന് കുറച്ച് ഉള്ളിലായതുകൊണ്ട് ബസ്സൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് ഇടവിട്ടൊക്കെ വണ്ടി വരുവുള്ളൂ. അപ്പൊ അത് വെളുപ്പിനെ എഴുന്നേറ്റ് ക്ലാസ് ഉണ്ടെന്ന് പറയും. വീട്ടിൽ പറയാൻ പറ്റത്തില്ലല്ലോ, വീട്ടുകാർക്കൊന്നും അറിയാമല്ലോ, ആ അവർക്കൊന്നും ചിന്തിക്കാനും കൂടി പറ്റത്തില്ല. അതെ. അങ്ങനെ ഞാൻ പോയി, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി രാവിലെ എഴുന്നേറ്റ് ബസ് കയറി പോയി. കോളക്കോളം ടൂറിസ്റ്റ് ഹോമിന്റെ അവിടെ എത്തിയപ്പോ കണ്ട കാഴ്ചയില്ലേ, ഇന്നത്തേലപ്പുറം. പിള്ളേര് വലിയ ആൾക്കാരെ കൊണ്ട് ഭയങ്കര തിക്കും തിരക്കും. അപ്പൊ അന്ന് ഓഡീഷൻ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ ഈ ജനങ്ങളെ കണ്ടോടുകൂടി നമ്മൾ വരണ്ടുപോയി, ഇതിന് എന്താവും എന്നായിപ്പോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് അവര് പറയുന്നത് കോളേജിലെ ഐഡന്റിറ്റി കാർഡ്, കോളേജിൽ പഠിക്കുന്ന ഐഡന്റിറ്റി കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുറെ നേരം, അതായത് രാവിലെ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് 2-2:30 വരെ അവിടെ നിന്നിട്ടും ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പഠിക്കാണ്, പക്ഷെ ഐഡന്റിറ്റി കാർഡ് എന്ന്. അപ്പൊ അവർ പറഞ്ഞ് നമ്മുടെ ഇതൊക്കെ പറഞ്ഞു, ശരി നിങ്ങളെ കയറ്റാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സമാധാനം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി, അതില് സെലക്ഷനായി. അപ്പൊ നമ്മള് സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഞാൻ പുറത്തോട്ട് എനിക്ക് ഇറങ്ങാൻ പോകാൻ പറ്റത്തില്ല, ഞാൻ തലയിറങ്ങി പോകുന്നൊക്കെ ആയിപ്പോയി. കാരണം സെലക്ട് ആയി എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ ഇന്നത്തെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യും, കാരണം സെലക്ട് ആയിക്കാല സിനിമയില് വേറെ വല്ലത്തിലും. അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങൾ 2 പേര് സെലക്ട് ആയി. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ പുള്ളി ഇപ്പൊ ഇല്ല നമ്മുടെ കൂടെ, അവൻ നമ്മളെന്ത് വിട്ടുവിട്ട് കുറേ നാളായി. അപ്പൊ അങ്ങനെ ഞാനും അവനും കൂടി പിറ്റേന്ന്, അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ബോൾഗാട്ടി പാലസിൽ വരണം, അവിടെയാണ് നമ്മുടെ. അങ്ങനെ ഞങ്ങള് 2 ദിവസം കഴിഞ്ഞ് ഭയങ്കര വീട്ടുകാരോടൊക്കെ പറയാണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ സിനിമയിൽ ചാൻസ് കിട്ടി. എന്നിട്ട് നമ്മുടെ അന്നൊക്കെ നല്ല ഷർട്ടുകളൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പോകാറൊക്കെ കൊടുക്കുന്ന സാധാ ഷർട്ടുകളൊക്കെ ഉള്ളൂ. സിനിമയിൽ പോകല്ലേ, സിനിമയിൽ പോകണ്ടേലും പറഞ്ഞു കൂട്ടുകാരന്മാരുടെ നല്ല ചെക്ക അന്നുള്ള വലിയ ചെക്കൊക്കെയുള്ള ഷർട്ട് ഉണ്ടാവുന്നത്, അവരുടെ നിന്ന് മേടിച്ച് അത് കടം മേടിച്ചിട്ടുകൊണ്ട് പോയി. കാരണം സിനിമയുടെ അത് ചിലപ്പോ നമ്മളൊരു ഇത് കാണണ്ടേ, മനസ്സിലായി, ഒരു അട്രാക്ഷൻ വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇതുപോലെ കുറെ പെണ്ണുങ്ങളുണ്ട്, കുറെ ആണുങ്ങളുണ്ട്, കുറെ പേരുണ്ട്. അങ്ങനെ നമുക്ക് അന്ന് സിനിമയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് ടൂറ് പോകുന്ന ഒരു സീനാണ് അവിടെ സംഭവം. അപ്പൊ കുറെ സ്റ്റുഡൻസ് വേണം അവർക്ക്. പക്ഷെ നമുക്ക് അപ്പോഴും എന്താണെന്നറിയാം, ഇപ്പോഴാണ് അതിനെ കുറിച്ചൊക്കെ അത് അന്ന് അങ്ങനെ ആയിരുന്നു. കാരണം ഇപ്പൊക്കെ കണ്ടു നമുക്ക് മനസ്സിലായി, അന്ന് നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഞങ്ങൾ സിനിമയുടെ ഒരു ഭാഗമാണ്, നമ്മളും ആർട്ടിസ്റ്റ് ആയെന്നുള്ള രീതിയിൽ ഞങ്ങൾ ബസ്സിലേക്ക് അവിടുന്ന് കുറെ സീൻ, ഇങ്ങനെ പാട്ട് സീനൊക്കെ ആയിരുന്നു ഇവരുടെ, കോളേജിൽ നിന്ന് ടൂറ് വന്നിട്ടുള്ള. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ബസ് കയറി പോകണം, അങ്ങനെയൊക്കെ ഒരു സീൻ. ഈ പടത്തിന്റെ പേര് പകലിൻ പൗർണമി. അത് ഇറങ്ങിയോ എന്താ ഒരു ഐഡിയ ഇല്ല. പകലിൻ പൗർണമി, അതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പടം. പക്ഷെ ഈ പടം പിന്നീട് നമുക്കറിയത്തില്ല, കാരണം തിയേറ്ററിലൊന്നും നമ്മളങ്ങനെ അധികം വലിയ വലിയ പടങ്ങൾ ഇങ്ങനെ ഇറങ്ങണത്, അന്നൊക്കെ ഹിറ്റ് ആകുന്ന പടങ്ങളെല്ലാം നമ്മൾ കാണാറുള്ളൂ. വീട്ടുകാരുടെ പെർമിഷൻ വേണം, പിന്നെ അപ്പൊ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓണം, ക്രിസ്മസ്, വിഷു ഒക്കെ ആകുമ്പോഴാണ് നമ്മളെ വീട്ടിൽ നിന്ന് നീ ഒരു പടം, ആ പടം പോണെങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5-8 കിലോമീറ്റർ നടന്ന് സോണി തിയേറ്റർ ഉണ്ട് അവിടെ, കങ്ങരപ്പടി എന്ന് പറയുന്ന ഓലയിട്ട, അവിടൊക്കെ പോയി ഇരുന്നാണ് നമ്മൾ സിനിമ കണ്ടോണ്ടിരുന്നത്. പിന്നെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് വേലിയാടിയൊക്കെ സിനിമയ്ക്ക് എറണാകുളത്തൊക്കെ പോയി തുടങ്ങിയത്. അതുകൊണ്ട് ഈ പടം വന്നോ ഇറങ്ങിയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അടിച്ചു നോക്കിയ ചിലപ്പോ ഐഡിയ ഇല്ല എനിക്ക് പറയാൻ. അങ്ങനെ ആദ്യത്തെ അനുഭവം. പക്ഷെ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ഒരു കുറെ പിള്ളേരുടെ ഒപ്പം നിന്നു ആദ്യത്തെ അനുഭവം. ഇതുപോലെ പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ ഞാൻ സിനിമയിൽ മോഹം കാണിച്ചിട്ടുണ്ട്? പറയാതിരിക്കുമെന്ന് തോന്നുന്നില്ല. വഴി ആരെങ്കിലും വിളിച്ചിരുന്ന് പറയും. കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ ഇങ്ങനെ കൊണ്ട് ആരാധിച്ചുകൊണ്ട് നടക്കുമ്പോ ഇങ്ങനെ ഒരു സിനിമയുടെ കാണുമ്പോൾ നമ്മളെന്തായാലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരോടും അങ്ങനെ പറയും. പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ട് ആ പടം
ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നോട് പിന്നീട് ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ ആ സീനിലേ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എനിക്ക് അനുഭവം വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം പടത്തിന് വന്നപ്പോൾ നമ്മുടെ സീനേ ഇല്ല. അവസാനം ഭയങ്കര എല്ലാവരുടെ മുന്നിൽ ഒരു വലിയ ചക്കടയായി. അതുകൊണ്ട് അതുകൊണ്ടാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ഈ സീൻ എടുത്തു കഴിഞ്ഞാൽ കട്ടായി പോവോ, ഇത് നമ്മളെ കാണത്തില്ലെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കറിയില്ലല്ലോ ഉണ്ടെന്ന് വിശ്വാസം. എല്ലാവരെയും വിളിച്ച് ആത്തേറ്റുമ്പോഴില്ല സീനിലൊന്നും ഉണ്ടായില്ല എന്ന് പറയണം അല്ലേ? അതുകൊണ്ട് നമ്മൾ സിനിമ കാണാത്ത കൊണ്ട് എനിക്ക് ആ വിശ്വാസം ഇപ്പോഴും ഉണ്ടാകും. ഞാനതിലോ കാരണം ഞാൻ ആ ബസ്സിലൊക്കെ ഇരുന്ന് കയ്യൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഇടിസീനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. വേറൊരു വില്ലൻ വന്ന് റഹ്മാനായിട്ടൊക്കെ ഒരു സ്റ്റണ്ട്. അപ്പൊ നമ്മൾ അയ്യോ എന്നൊക്കെ പറയണ ഒരു സീൻ കാണിക്കാൻ പറഞ്ഞു എല്ലാരോടും. ഞാൻ മാത്രമല്ല. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി അപ്പൊ ഞാൻ വിചാരിക്കുന്നു വൈഡ് ക്യാമറ നോക്കുമ്പോ നമ്മുടെ വിചാരം എന്തറിയാം, നമ്മളെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെ ചിന്തകളാണ്. അപ്പൊ എന്റെ വിചാരം എന്നെ തന്നെയാണ് ആ ക്യാമറ ഇരിച്ചെടുക്കണം. അപ്പൊ നമ്മൾ കൂടുതൽ വളരെ ഇതായിട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇത്. പിന്നെ എങ്ങനെ രണ്ടാമത്തെ പടം ഏതായിരുന്നു ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ പടം ശരിക്കും ഞാൻ പടത്തിന്റെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടി തുടങ്ങിയത് 2016 10-ലാണല്ലേ? അത് 2016. അപ്പൊ ആ സമയം ഓസ്ട്രേലിയയിൽ വരിക ചെയ്ത അത് ഓസ്ട്രേലിയ ഞാൻ വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. വന്നു അപ്പൊ അങ്ങനെ ഒരു മുംബൈ ടാക്സി എന്ന് പറഞ്ഞൊരു പടത്തിലൊരു കിട്ടി. മുംബൈ ടാക്സി. മുംബൈ അത് ശരിക്കും നമ്മുടെ ഡയറക്ടർ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞപ്പോ അതില് ശരിക്കും പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പയ്യനില്ലേ, മകനായിട്ട് അവൻ നായകനായിട്ട് വന്ന പടമാണ്. നമ്മുടെ മെറീന മൈക്കിളൊക്കെ നായികയായിരുന്നു അതിൽ. ആദ്യത്തെ പടമാണ് അവളുടെ. പക്ഷെ ആ പടവും ഇതുപോലെ നല്ല വേഷമൊക്കെ ചെയ്തെങ്കിലും പടം അത്രയ്ക്ക് ഇതായതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ തന്നെയായിരുന്നോ? ഭാഗത്തൊക്കെ തന്നെയായിരുന്നു ഷൂട്ട്. അതും ഇങ്ങനെ ഓഡിഷനിൽ പോയി കിട്ടിയതാണോ? അന്നൊക്കെ ഞങ്ങള് അതിന്റെ കൂടെ ഞാൻ അഭിനയിച്ച കോ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സുനിൽ സുഗത, പിന്നെ ടി ജി രവിയുടെ മകൻ, അങ്ങനെ അവരൊക്കെ ആയിരുന്നു. പിന്നെ ടിനി ടോം, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിരുന്നു. 2016 തിരിച്ചു വന്നിട്ട് ആ പടം ചെയ്യണം. പിന്നെന്താ ആ പടം ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഒരു ഇതുകൊണ്ട് നാടകങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് നാടകം ഭയങ്കര കാരണം നമ്മള് ഞാൻ നമ്മുടെ നാടകദ്വീപിലെ ശശിധരൻ മാഷിന്റെ കൂടെ അതൊക്കെ ഒരു പ്രത്യേക അനുഭവം. കാരണം അവിടെ പോയി ക്യാമ്പ് അടിച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മളെ വേറൊരാളായിട്ട് മാറ്റും അത്. അതായത് ഒരു ആർട്ടിസ്റ്റിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ ഭയങ്കരമാണ്. കാരണം ക്യാരക്ടറിനെ ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സാഹചര്യത്തിലും കൂടെ ഇണങ്ങിച്ചേരാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ ശരീരത്തെയൊക്കെ ആക്കിയെടുക്കാൻ ഭയങ്കര. അതാണ് നമ്മുടെ തിലകൻ ചേട്ടന്റെ ഒക്കെ എന്ന് പറയുക. അവരുടെയൊക്കെ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെയാണ് അവർ ചെയ്തു വെച്ചേക്കണം അല്ലെ? ഇപ്പൊ ഉള്ള ആൾക്കാരിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, നമ്മുടെ പുള്ളിയുടെ ഫാദർ എന്നൊക്കെ ഒരു നാടക ആചാര്യൻ. അപ്പൊ അവരൊക്കെ ജനിച്ചത് തന്നെ ഇതിലേക്കാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അവരെയൊക്കെ നമ്മൾ വലിയൊരു പാഠപുസ്തകം അല്ല, ഒരു സർവകലാശാലയായിട്ട് നമ്മൾ ഇപ്പോഴും കാണണ്ട. അവരുടെ ഒക്കെ ഓരോ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അത് വെച്ചാൽ അങ്ങനെയുള്ളവരൊക്കെ വളരെ അപൂർവം നമ്മുടെ സിനിമയിലുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ ഭയങ്കര ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവരൊക്കെ പോയി. അതിന്റെ വലിയൊരു പ്രശ്നങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അതല്ല പലരിപ്പം പലരും പ്രമുഖരായ സംവിധായകരൊക്കെ പറയുന്നുണ്ടല്ലോ, ഓരോ കഥകൾ ആലോചിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആളില്ല എന്നുള്ളതാണ്. സത്യൻ അന്തിക്കാട് സാറും പ്രിയദർശൻ സാറൊക്കെ പറയുന്നത് പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഞാൻ ആര് ചെയ്യും, അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് പലപ്പോഴും എഴുതാൻ തോന്നുന്നില്ല എന്നൊരു ഇങ്ങനെ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ ചെയ്യാനുള്ള അതിപ്പം തിലകൻ ചേട്ടൻ, നെടുമുടി സാറും അങ്ങനെ അല്ലെങ്കിൽ തിലകൻ സാറും ഒക്കെ അല്ലാത്തോട് ലേഡീസ് സൈഡിലും KPSC ലളിത, കൽപ്പന, അങ്ങനെ ഒരു അപ്പൊ ഒരുപാട് ചേച്ചി, കൽപ്പന, ചേച്ചി ഭയങ്കര ഒരു ടാലന്റ്. എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്ന ഒടുവിലൊക്കെ എനിക്ക് അവർ അഭിനയിക്കുകയാണോ
എന്താണ് ചെയ്യണത്, ഓരോ സിനിമ ജീവിക്കല്ലേ അവര്, എന്താ ചെയ്യുന്ന പടങ്ങളൊക്കെ. അപ്പൊ അവരൊക്കെ ഉള്ള ഇപ്പം മലയാളം പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുവർണ കാലമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ സുവർണ്ണകാലം 85 തൊട്ട് ഒരു 2000 വരെ എനിക്ക് ഇവരെല്ലാം സുവർണ്ണകാലം തന്നെ പറയാം. കഥകളും പറഞ്ഞാൽ പത്മനാഭൻ സാറിന്റെ സാറ്, ലോഹിദാസ് സാറ്, ഇങ്ങനെ പല പല മഹത്തായ എഴുതുകാർ, MD വാസുദേവൻ, അങ്ങനെ പല നമ്മൾ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഹെവി ടാലന്റഡ് ഡയറക്ടേഴ്സും ഒക്കെ. അതന്നെ എനിക്ക് തോന്നണത് ഇങ്ങനെയുള്ള കലാകാരന്മാരുള്ളപ്പം ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്ക് എഴുത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാ അവർക്ക് തോന്നുന്നു എഴുതി കഴിയുമ്പോൾ ആരെങ്കിലും അഭിനയിച്ചേ തിരശ്ശീലയിൽ കൊണ്ടുവരണ്ടേ. കാരണം അവർക്ക് ഇവരൊക്കെ വെക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാരക്ടേഴ്സ് വരും, ഇവരൊക്കെ ആലോചിച്ചാൽ മതി. അതാണ്. അപ്പൊ എന്താ പറഞ്ഞേ അല്ല എന്ന് വെച്ചാൽ നമ്മള് മമ്മൂക്കാനെ മോഹൻലാലിന് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മമ്മൂക്കാനെ ലാലേട്ടനെ ഒരിക്കലും മാറ്റി നിർത്തില്ല. പുതിയ തലമുറയിൽ ഈ പറഞ്ഞ നടന്മാരെ നമ്മൾ അവരെ പലരും അതിശയിപ്പിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ രേഖാ ചിത്രത്തിലെ ആസിഫ് അലി ചെയ്ത റോള് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റോളാണ് അല്ലെ. നമ്മളൊരു പെർഫോമൻസ് അല്ലെ പണം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിന് നമ്മളിപ്പോ ഒരു ആസിഫിനെ പണ്ട് കണ്ട ആസിഫ് അല്ല ആ പടത്തിൽ ഒരു മെച്ചോ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു പോലീസ് ഓഫീസറിന്റെ റോൾ അത്ര മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ആരെയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇവർക്കൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ ഇവർ ഞെട്ടിക്കും. ഇപ്പോഴത്തെ പുതിയ തലമുറ പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ അവരെ യൂസ് ചെയ്യണം മാക്സിമം. നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ മാഷ്, മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ മാഷ് യേശുദാസ് സാറിനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, കാരണം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ മാക്സിമം. അപ്പൊ അങ്ങനെ ഓരോ ഡയറക്ടേഴ്സും നല്ല നല്ല കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച് അവർ 100% അവരുടെ റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. നമ്മുടെ എന്താ പറയണ സത്യനന്ദിക്കാട് സാറിനെ പോലെയൊക്കെ ആൾക്കാരെ ചിന്തിച്ച് ധാരാളം അവർ ഇഷ്ടംപോലെ നല്ല നല്ല നമ്മുടെ കലാകാരന്മാർ ഉറപ്പായിട്ടുണ്ട്. വെരി നൈസ്. അപ്പൊ നമ്മൾ 2016 സിനിമകളൊക്കെ ജേണി തുടങ്ങി. ഇപ്പൊ എല്ലാം കൂടെ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഞാൻ എല്ലാം കൂടി അങ്ങനെ പറയാൻ ഒരു 5-8 പടം ചെയ്തു. അതില് മുംബൈ ടാക്സി, ക്യാപ്റ്റൻ, പിന്നെ ഒരു തമിഴ് പടം അത് ഇതായില്ല, ഫുൾ കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞു. നെപ്പോളിയൻ സാറിന്റെ കൂടെ ആയിരുന്നു. പിന്നെ 4 എന്ന് പറഞ്ഞൊരു മലയാളം മൂവി ചെയ്തു, അത് ഇറങ്ങിയാണ്. നമ്മുടെ പറവേല പിള്ളേരൊക്കെ ആയിരുന്നില്ല തുടക്കമാണെങ്കിൽ ഇത്രയും പടം. അപ്പം ഓസ്ട്രേലിയ കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പൊ ഇനി നമുക്ക് ഈ ഒരിടത്ത് ഞാനിപ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്കെല്ലാം പാഷനാണ് ഇതിനകത്ത് കയറി പറ്റണമെന്നുള്ളത് അല്ലെ. അപ്പൊ എനിക്ക് റോയിനെ പേഴ്സണലായിട്ട് അറിയാം. റോയി തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും റോയിക്ക് രേഖാചിത്രവും ഈ പറഞ്ഞ പോലെ ഇംബ്രാനിലൊക്കെ ഒരു ചാൻസ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ പലപ്പോഴും നമ്മള് ഒരു നല്ലൊരു ജോലി ഓസ്ട്രേലിയ നല്ല സെറ്റിൽ ചെയ്ത് ഭാര്യയും കുട്ടികളും അവിടെ അല്ലെ. എത്ര കുട്ടികളുണ്ട് റോയിക്ക്? ഒരു കുട്ടികളില്ല. പുള്ളിക്കാരത്തെയൊക്കെ വിട്ട് ഇത്രയും ദൂരത്ത് വന്ന് നമുക്കൊന്നും നടക്കാത്തപ്പം ജീവിതത്തിലൊരു നിരാശ തോന്നുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ട് വീണ്ടും ട്രൈ ചെയ്യണമെന്ന് റോയിക്ക് തോന്നുന്നു? ഞാനിത് കേൾക്കുന്ന പലർക്കും, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പലർക്കും ഒരു എല്ലാവർക്കും ഡ്രീമാണ്. ഇപ്പൊ എന്റെ ചാനലിന്റെ പേര് തന്നെ നമുക്ക് സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ യഥാർത്ഥമാക്കി നമ്മൾ എങ്ങനെയാണ് റോയി ഇത് ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നമുക്ക് ഇതിലൊരു നിരാശപ്പെട്ട് ഇരിക്കാനുള്ള ഒരു സമയം കിട്ടത്തില്ല. കാരണം ഇത് നമ്മളിപ്പോഴും പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ നാളെ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഇത് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറച്ച് നാൾ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നോട്ട് മാറിയിരുന്ന അവിടെ ഇരിക്കാവുന്നേ സോറി. എന്തായാലും നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു സമയം വരെ നമ്മൾ അതിന്റെ പുറകെ പോയേ പറ്റുള്ളൂ. നമ്മുടെ സിനിമയ്ക്ക് നിങ്ങളെ അല്ല ആവശ്യം, എനിക്കാണ് സിനിമ ആവശ്യം എന്ന് പറയുന്നത് വളരെ തീർച്ചയായും. നമ്മൾക്കാണ് സിനിമയുടെ ആവശ്യം. ആ സിനിമയുടെ ആവശ്യം നമ്മൾ അറിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് ഇടിച്ചു കയറി നമ്മളുടെ ഒരു സീറ്റ് പിടിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുവരെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ മേഖലകളിലും ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യം വേണ്ട. കാരണം നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മുടെ എന്തെങ്കിലും ഉണ്ട്, ഞാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ സമൂഹത്തെയും അല്ലെങ്കിൽ സിനിമാ മേഖലയെ അറിയിച്ചെങ്കിൽ മാത്രമേ അവർ തിരിഞ്ഞ് നമ്മളെ നോക്കുകയുള്ളൂ. ഒരു വലിയൊരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ ഒറ്റപ്പെട്ട ഒരു സൗണ്ട് ഉറക്കെ പറഞ്ഞെങ്കിൽ അവരിലേക്ക് നോട്ടം പോവുള്ളൂ.
അതെ 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 correct. അല്ലാതെ നമ്മൾ കുറെ ജനങ്ങൾ കൈയിട്ടടിക്കുമ്പോ ആരും ശ്രദ്ധിക്കുക കുറെ ആൾക്കാരെ ഇങ്ങനെ അത്രേ ഉള്ളൂ, അതെ അതിൽ അതെ പെട്ടു. അപ്പൊ അതെ അങ്ങനല്ല, അതെ അതെ. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു അവിടെയാണ് നമ്മളിലേക്ക് നോട്ടം അതെ വെക്കുന്നത്. അപ്പൊ ഈ അതുവരെ നമ്മൾ നമ്മള് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ? ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. ഇത്രയും ഒരുപാട് ഓഡിഷനൊക്കെ ചെയ്യുന്നു. ഇപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ പറയാൻ ആ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് അത് അങ്ങനെ കാണിക്കണ്ട. പ്രത്യേകിച്ച് സ്പെഷ്യൽ നല്ല ആയിട്ടുള്ള ആ ആ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് നമ്മൾ ഇന്ന ആക്ടിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ട്, ആരുടെയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡ്രാമ ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് പറയണത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇത്ര മൂവി ചെയ്ത് ലേറ്റസ്റ്റ് പടം ഇന്നതാന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര പറയേണ്ടി വരും. പഴയ പോലെ നമ്മൾ കോൺഫിഡന്റ് ആയി ഒരു ഓഡിഷൻ കൊടുക്കാനായിട്ടല്ലേ? അത് പിന്നെ കോൺഫിഡൻസ് വേണമല്ലോ. കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് ഇനി ഒന്നും പോകാൻ പറ്റത്തില്ല. അല്ല കറക്റ്റ്. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, പലരും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ റോയ് എന്ന് വിചാരിച്ചു. റോയ് ഇപ്പം രേഖാചിത്രത്തിൽ അഭിനയിച്ച് ഞങ്ങൾക്ക് എല്ലാം അഭിമാനമായി. ഐ നോ ദാറ്റ് ഹാർഡ്ഷിപ്പ് യു ആർ ഗോയിങ് ത്രൂ. കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് രേഖാചിത്രത്തിലേക്ക് നമുക്ക് പോവാം. രേഖാചിത്രം എങ്ങനെയാ ഈ പടം എങ്ങനെ കിട്ടി? ഓഡിഷൻ പോയി കിട്ടിയതാണോ? ഇതും ഓഡിഷൻ പറയാം, പക്ഷെ ഓഡിഷൻ വരാൻ കാരണം മഹാറാണി മാർത്താണ്ഡൻ സാറിന്റെ മഹാറാണിയിൽ ഞാൻ നല്ലൊരു വേഷം ചെയ്തായിരുന്നു. മഹാറാണി ഇറങ്ങി കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പടത്തിന്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പ്രീ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ അത് ഈ മഹാറാണിയിലേക്ക് ഞാൻ അതിലേക്ക് രേഖാചിത്രം ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ട്, വലിയൊരു പ്രമുഖനായ സമയം മാർത്താണ്ഡൻ സാറിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തില്ല. അത് ശരിയോ തെറ്റോ? അയ്യോ, ഞാൻ അതിൽ പറഞ്ഞിരുന്നു. മാർത്താണ്ഡൻ സാറിനെ മാത്രമല്ല, എനിക്ക് ഈ പടങ്ങളിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ എന്നെ പഠിപ്പിച്ച ആക്ടിങ് ക്ലാസ് തന്ന കുളൂർ മാഷ്, സജീവ് സാർ, ആക്ലാബിന്റെ സജീവ് സാർ, ജ്യോതിഷ് മാഷ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മളെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇനി എന്റെ ഒരു വിശ്വാസമാണ്, ഒരു മനുഷ്യനെ ആക്ടിങ് ഇങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളിൽ ഇങ്ങനെ ഉള്ളിൽ അതിന്റെ ആഗ്രഹം ഉണ്ടാകണം. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവർക്ക് നമ്മളെ ശരിക്കും വാർത്തെടുത്ത് തന്നുവിടാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഇത് ചെയ്യുക. ഇപ്പൊ പാട്ട് പഠിക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാവരും ചെന്നിരുന്നാൽ പാടാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെതായ ചില വാസനകൾ ജന്മന കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ഗുരുക്കന്മാരുടെ എടുത്തിട്ട് അവർ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അഭിനയം, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് കല. അപ്പൊ നമ്മുടെ ഉള്ളിൽ അങ്ങനെ കലയുടെ ഏതെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ നമ്മളതിനെ കൂടുതൽ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ സ്വന്തമായിട്ട് ഉണ്ടാകണം. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ അന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ് മാതാപിതാക്കൾ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് വിടുക. അപ്പൊ അതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ ഗുരുക്കന്മാരൊക്കെയാണ് ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ അബുവാളയംകുളം സാറ്, സജീവ് സാറ്. മാർത്താണ്ഡ സാർ ഒരു ഗുരുവാണ്. കാരണം അത് വേറെ പറയാം, സിനിമയിലേക്ക് വരുമ്പോ അത് അദ്ദേഹം വേറൊരു ഇതാണ്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ ആദ്യം മനസ്സിലാക്കില്ലല്ലേ? നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു ആരായിരുന്നു ഒരു മനസ്സിലാക്കാതിരുന്നല്ലേ? അദ്ദേഹം ഒരു വലിയൊരു ഡയറക്ടറായിട്ട് പോലെ അയാളെ തിരിച്ചറിഞ്ഞില്ലല്ലേ? അത് സത്യമാണോ? അല്ല, അതിപ്പോ എത്ര നമ്മൾ ചെല്ലുന്നത് അവിടെ ആരൊക്കെ ഇരിക്കുന്നെന്ന് അറിയാനായിട്ടല്ല. നമ്മൾ ചെല്ലുന്നത് എങ്ങനെ അതിൽ ഇന്നാകാം, എങ്ങനെ അവരുടെ മൈൻഡിൽ, അവിടെ ഇരിക്കുന്നവരുടെ മൈൻഡിൽ നമുക്ക് കയറി പറ്റാം. അതാണ് നമ്മുടെ തീവ്രമായ ആഗ്രഹം. നമ്മൾ അതിനുവേണ്ടി ചെല്ലണം. അല്ലാണ്ട് അവിടെ ആരൊക്കെ ഇരിക്കുന്നു അന്ന് നോക്കിയിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ള രീതി ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവരെയൊക്കെ മറന്നുക. ഇവരൊക്കെ നമ്മുടെ സാധാരണ ഓഡിയൻസ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളാണ്. ക്യാരക്ടർ ജീവിക്കുന്ന സാഹചര്യത്തിലുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നുള്ളൂ. കാരണം അങ്ങനെ കണ്ടാലേ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കും, നമ്മൾ പേടിക്കും. അറിയാവുന്ന ഒരാളെ കണ്ട് നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ടെൻഷൻ കയറി നമ്മൾ ശരിക്കും പെർഫോം ചെയ്തില്ല, നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ എന്റെ ആ സാഹചര്യം എന്താന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന മറ്റുള്ള കഥാപാത്രങ്ങൾ ആണ് അവർക്ക്. ഇത്ര ഞാൻ കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ ക്യാരക്ടർ ആകാൻ ശ്രമിക്കുക. അതിനുപോലെ ക്യാരക്ടർ ആകാൻ ശ്രമിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ ചോദിക്കും ഇവൻ എന്താ വലിയ, അങ്ങനെയൊന്നുമല്ല. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഉടനെ ക്യാരക്ടർ ആകാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒന്നും അല്ല. ഞാൻ അങ്ങനെ ആയിട്ടില്ല, പക്ഷെ അല്ല അത്രേ ഉള്ളൂ. മരിക്കുക എന്നുള്ള പറഞ്ഞൊരു പഠനമാണ് അല്ലെ? നമ്മൾ അതുവരെ ഒരു പഠനമാണ്. അപ്പൊ കാരണം അത് വരെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയം കൂടാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മുടെ
ബ്രീത്തിങ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഭാവങ്ങളും നമ്മുടെ സംഭാഷണം കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇത് സെറ്റിൽ ചെയ്യാം. അവരൊക്കെ ഇതുപോലെ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളാണ്, കഥാപാത്രങ്ങൾ ആ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അങ്ങ് മൈൻഡിനെ സെറ്റ് ചെയ്യാക്കാൻ ശ്രമിക്കുക. പക്ഷെ ഞാനിപ്പോ വലിയ വായിൽ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും നടപടി ആകാറില്ല, നടപെട്ടാതിരിക്കുകയായിരിക്കും. പറഞ്ഞു കൊടുക്കാൻ ആർക്കും പറ്റും. ഈ പണ്ടത്തെ ആൾക്കാർ ഒരു പഴമ ചൊല്ലുന്നുണ്ട്, വാ കൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പിന്നെ സാരി ഉടുപ്പിക്കാൻ തന്നെ ആക്കാം നമുക്ക്. അതിന് വേറൊരു പദമാണ്, പക്ഷെ അതിന് പറയുള്ള. അതുകൊണ്ട് അങ്ങനെ ആർക്കും പറ്റും. അല്ല, നമ്മൾ ആ സാഹചര്യത്തിലേക്ക് വരുമ്പോ പക്ഷെ കുറെയൊക്കെ നമ്മള് പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഉപകാരപ്പെട്ടിട്ടുള്ളൂ. അതെ, മനസ്സിലായി. അപ്പൊ ഇനി ഞാൻ പെട്ടെന്ന് സബ്ജക്റ്റിലേക്ക് മാറിപ്പോയി. മാർത്താണ്ഡൻ സാറിനെ കുറിച്ച് കേട്ടോണ്ട് ഞാൻ സത്യമാണോ അറിയാന്ന് ചോദിച്ചതാ. അതിപ്പോ സത്യമാണ് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവിടെ പിന്നെ പരിചയപ്പെട്ട് നിങ്ങളുടെ ഒരു ഗുരുവായി അദ്ദേഹം, അതൊക്കെ നല്ല കാര്യം. ഇനിയിപ്പോ നമ്മൾ അതാണ് ആ പടം മഹാറാണിയിൽ അഭിനയിച്ചുകൊണ്ടാണ് നമുക്കിപ്പോ രേഖാചിത്രം കിട്ടിയല്ലേ? അതെ അതെ അതെ. അതിലെ ഒരു മെയിൻ ക്യാരക്ടർ അതല്ലാതെ നമ്മുടെ രതീഷ് രവി എന്ന് പറഞ്ഞ റൈറ്റർ, ഇഷ്കൊക്കെ എഴുതിയ പുള്ളിയുടെ ഇതുവഴിയാണ് അന്ന് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അവരെ പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് എന്നെ ഓഡിഷന്റെ ഇതിലേക്ക് വിളിച്ചു. ആ വഴിയാണ് ഈ സാധനം വന്നത്. ആദ്യം അറിയായിരുന്നോ തയ്യക്കാരന്റെ റോളാണ് ചെയ്യുന്നത്? അറിയായിരുന്നോ രേഖാചിത്രത്തില്? എന്നോട് വിളിച്ചപ്പോ തന്നെ അവരെനിക്ക് ആ രീതിയിലുള്ള ഡയലോഗുകളൊക്കെയാണ്. ഡയലോഗ് എന്ന് വെച്ചാൽ അവർ പറഞ്ഞ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് വളരെ ദേഷ്യപ്പെട്ട്, അതായത് ടൈമില്ല, ഭയങ്കര ട്രailer കാരണം ഷൂട്ടിങ് തുടങ്ങാൻ പോണ്, ഭരതൻ സാറിന്റെ ഇതാണ്. അപ്പൊ ആ ഒരു ഇത് കാണിക്കണം, അങ്ങനെ പിള്ളേര് വരുമ്പോ അവരെ വഴക്ക് പറയുന്ന ഒരു ഇതാണ്. അങ്ങനെ കുറച്ച് അതൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് ചെയ്തു. പക്ഷെ റിഹേഴ്സൽ ഉണ്ടായിരുന്നോ? ഇല്ല, അവര് നമുക്ക് സിറ്റുവേഷൻ തരത്തുള്ളൂ. സിറ്റുവേഷൻ തരുമ്പോ നമ്മളത് കാണിക്കുക. അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഓക്കെ ചേട്ടാ വിളിക്കാന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ നമുക്കത് എല്ലാരും അങ്ങനെ പറയണല്ലോ. പക്ഷെ ഒരു 1 വീക്ക് കഴിയുന്നതിന് മുമ്പ് അവര് വിളിച്ചു ചേട്ടാ ചേട്ടന് ഇന്ന ഡേറ്റിൽ ഷൂട്ട് ഉണ്ടാവും അതാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ആക്ച്വലി റോയി റോയിനെ കണ്ടു സിനിമയിൽ, എനിക്ക് റോയി കണ്ടു. പക്ഷെ റോയി ആ ടൈലറിങ്ങിന്റെ കാര്യമൊക്കെ അസലൊരു ഭയങ്കര ഭാവത്തോടെയാണ് പഠിച്ചിട്ടുള്ള പോലെയാണ് ടൈലറിങ്, നോട്ടവും ഇതും ഒക്കെ. ആരെങ്കിലും ഗൈഡൻസ് കൊണ്ട് ചെയ്തതാണോ അതോ റോയി തന്നെ കഥാപാത്രത്തിലേക്ക് ഗൈഡൻസ് അല്ല, ഉറപ്പായിട്ടും ഗൈഡൻസ് എന്ന് പറയുന്നത് ഡയറക്ടറും അസോസിയേറ്റ്സും ആണ്. കാരണം അവരാണ് നമുക്ക് കഥാപാത്രങ്ങളെ പറഞ്ഞത്. ഈ സിറ്റുവേഷൻ ഇങ്ങനെയാട്ടോ, നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ. മൂവ്മെന്റ്സ് എല്ലാം വളരെ നന്നായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടോ നിങ്ങളാണല്ലോ ടേണിംഗ് പോയിന്റ്. അപ്പൊ നിങ്ങളുടെ നോട്ടങ്ങളും ചില സംശയമായ സാഹചര്യം തിരിച്ച് കുപ്പായം വാങ്ങിക്കാൻ വരുന്നവർക്ക് ആ നോട്ടത്തില് ഇവൻ തന്നെയാണോ ഞാൻ ഇടയ്ക്കൊന്ന് സംശയിച്ചു, ഇദ്ദേഹം തന്നെയാണോ ഇതിന്റെ പുറകിലെന്ന്. കുപ്പായം തിരിച്ച് മേടിക്കുന്ന ഒരു ആക്ഷനൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു സസ്പെക്ട് ആവുന്നു, നിങ്ങളൊരു കൊലപാതകയാണെന്ന് പലർക്കും ഒരു സംശയം തോന്നുന്ന ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് തോന്നണ മാതിരി സിനിമാക്കാർക്കൊക്കെ അത് തോന്നിയാ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. അവർക്ക് തോന്നുമ്പോഴാണല്ലോ കൂടുതലും. അപ്പൊ ഇനിയിപ്പോ രേഖാചിത്രത്തിൽ തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. രേഖാചിത്രത്തിലെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അനുഭവങ്ങള് ഇത് എത്രാമത്തെ ടേക്കിലാണ് നടന്നത്? അവിടെയുള്ള കോസ്റ്റാസ് ഇടയ്ക്കൊരു വാട്സപ്പിലൊക്കെ ഒരു ഈ സീൻസ് ഒക്കെ കണ്ടു. മറ്റേ നായികയും ഒക്കെ ഇയാള് തയ്ക്കുന്നു കുറെ തമാശകളൊക്കെ സെറ്റിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞു. സെറ്റൊക്കെ നല്ല മനോഹരമായ സ്ഥലം. കാരണം അവരുടെ സെറ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം പഴയ കാലങ്ങള്, കാരണം അന്ന് നടന്ന പടമായിരുന്നല്ലോ ഭരതൻ സാറിന്റെ ആ പടത്തിന്റെ അതേമാതിരിയുള്ള റീക്രിയേഷൻ അവർ ചെയ്തു അവിടെ. ആ സെറ്റുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമാണ്. നമ്മളതൊക്കെ കണ്ട് രസിച്ച് ഷൂട്ടിങ് കണ്ടാല് മനോഹരമായിരുന്നു ഷൂട്ടിംഗ് സെറ്റൊക്കെ. അനശ്വരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു? സംസാരിക്കാന്ന് വെച്ചാൽ ഷൂട്ടിംഗ് സെറ്റിൽ വരുമ്പോ എല്ലാരും അവരുടേതായ കാര്യങ്ങളിലൊക്കെ തിരക്കാണ്. പിന്നെ ഫ്രീ ടൈമിൽ ഇപ്പൊ അന്ന് ആ വീഡിയോ കണ്ടില്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഉള്ള ഇതൊക്കെ ഉള്ളു. അല്ലാണ്ട് പിന്നെ വേറുണ്ട്, നമ്മള് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു സെറ്റിൽ ഇവരൊക്കെ നമുക്ക് അവരൊക്കെ, കാരണം അവരൊക്കെ ഓൾറെഡി പ്രായത്തിൽ വളരെ ചെറുതാണെങ്കിൽ ആക്ടിംഗിൽ സീനിയേഴ്സ് ആണ് അവരൊക്കെ. അവർ പ്രൂവ് ചെയ്ത് തെളിഞ്ഞ് ഇങ്ങനെയൊക്കെ അവരുടെ മുമ്പിൽ നമ്മളെ
എപ്പോഴായാലും നമുക്ക് ഒരു പ്രായമുണ്ടെന്നേ ഉള്ളൂ, നമുക്ക് എക്സ്പീരിയൻസ് നമ്മളൊരു തുടക്കക്കാരന്റെ നമുക്ക് ആ ബഹുമാനവും ആ ഒരു അവരോടുള്ള ഒരു ആരാധനയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിൽക്കും. അത് മറ്റൊരു ലൊക്കേഷൻ വീഡിയോ അങ്ങനെ ഇട്ടപ്പം അത് കയറി അങ്ങ് ഭയങ്കര വൈറലായത് അല്ലേ? അത് ഭയങ്കര വൈറലായി കയറി. അതിനകത്ത് ആള് നോട്ട് ചെയ്തു, ആളെ നിങ്ങളെ നോട്ട് ചെയ്തു. ആസിഫിനെ പറ്റിയോ, പരിചയപ്പെടാൻ പറ്റിയോ? അല്ല, ശരിക്കും ഞാൻ ഉള്ള സമയത്ത് പഴയ കാലഘട്ടമാണ്. അതെ അതെ. അപ്പൊ കാതോരത്തിന്റെ ആ സിനിമയുടെ ലൊക്കേഷന്റെ ആ സമയ കാലഘട്ടത്തിൽ ആസിഫ് ആ സമയത്തില്ല. കാരണം ആസിഫ് അവിടെ സമയം വരേണ്ട കാര്യമില്ല. പിന്നീട് പക്ഷെ ഞാൻ ആസിഫ് കണ്ടിരുന്നു. കാരണം ആ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം അവരുടെ ഭാഗം വന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ മനസ്സിലായോ താങ്കൾ ഇനിയിപ്പോ അറിയില്ലോ കഥാപാത്രം ചെയ്താണെന്നുള്ള. അങ്ങനെ ആ സമയത്ത് സിനിമ ഇറങ്ങാത്തോണ്ട് അറിയത്തില്ലോ ഞാൻ ആരാതൊന്നും അറിയില്ല. അതിനകത്ത് തന്നെ അദ്ദേഹം വേറൊരു റോള് ചെയ്ത റോളൊക്കെ കട്ടായി പോയെന്നൊക്കെ പറഞ്ഞ ആസിഫ് അവർക്ക് വീണ്ടും ഒരു സിനിമയിൽ ഒരു അവസരം എന്നൊക്കെ പറയും. ഒരു ചേച്ചിക്ക് അതാണ് ആസിഫിലൂടെ ആ മനസ്സേ അത് വലിയൊരു ഇതാണ്. കാരണം അവരുടെ കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഗ്രഹിച്ച് വന്ന ആ അറിവിൽ നിന്നുണ്ടാകുന്ന ഒരു കരുണയാണത്. കാരണം ആസിഫിലേക്ക് ഇതുപോലെ ആഗ്രഹിച്ച് വന്നായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ആ ഒരു വേദനയും ആ ഇതും കാണാൻ അവർ ടൈം കൊടുക്കാം എനിക്ക് തോന്നില്ല. കാരണം അതുകൊണ്ട് അവർക്ക് വേറെ പടത്തില് ചാൻസ് എടുത്തു. വേറെന്തൊക്കെയാണ് വിശേഷം? നമ്മളിപ്പോ രേഖാചിത്രം ഇറങ്ങി OTT-ലും ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കൊന്ന് ലോകമെമ്പാടും ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചാ, അവിടെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ പറഞ്ഞു വിളിച്ചാ? ഒരുപാട് പേര് വിളിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ നമ്മൾ ആദ്യം വിളിക്കുന്നത്. അതെ അതെ അതെ. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വേറൊരു ലൈസൻസ് ഇട്ട് വിട്ടേക്കാണ് സിനിമാ നടനായിട്ട് തിരിച്ചു വരാനായിട്ട്. തീർച്ചയായിട്ടും. കാരണം വൈഫിന് വേറെ നിവൃത്തിയില്ല. കാരണം ഞാൻ അവിടെ ജോലിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും ഞാൻ ഇത് പറഞ്ഞ് ഏത് നേരം യൂട്യൂബ് നോക്കി അവിടുത്തെ സിനിമയുടെ കാര്യം ഇവിടുത്തെ കാര്യം പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ട് ഇപ്പൊ പുള്ളിക്കാരി നോക്കിട്ട് പറഞ്ഞു പോയിട്ട് ഇനി എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയ പടങ്ങളെല്ലാം ആയിട്ടുണ്ടോ? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൗഫൽ അബ്ദുള്ളയുടെ നൈറ്റ് റൈഡേഴ്സിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മാർത്താണ്ഡൻ സാറിന്റെ പടം വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലും വിളിച്ചിട്ടുണ്ട്. അതാ മറ്റേ ഏതാണ് പടം? പടം അനൗൺസ് ചെയ്ത പേരൊക്കെ ഇട്ട് തുടങ്ങിയ ഷൂട്ടിംഗ് തുടങ്ങി. അനൗൺസ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന എന്നായിരിക്കും? ഇത് നമ്മൾ ഉടനെ ടെലികാസ്റ്റ് ചെയ്യും, ഒരാഴ്ചക്കുള്ളിൽ ചെയ്യും. അതായത് കാരണം ഇതിപ്പോഴേ എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അതെല്ലാം കിട്ടി അകത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരുപാട് അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റോയിനിയും പുതിയ തിരശ്ശീലയിൽ വരാനായിട്ട് പല പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ആ വാർത്ത അറിയാലോ. പടം ചിലപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഉടനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പല രീതിയിലും സിനിമ എന്നല്ല അതൊന്നും. അപ്പം ഒരുപാട് ഇനിയിപ്പോ പറയാനുള്ളത് നമ്മുടെ തുടരും എന്ന് പറഞ്ഞാൽ തരുൺ സാറിന്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്, മറന്നതല്ല. അതിന്റെ ഇടയിൽ നമുക്ക് തരുൺ സാറിന്റെ ഇതിൽ ഞാൻ പോയിട്ടുണ്ട്. തരുൺ സാർ ഒരുപാട് ഒരു എന്താ പറയാ പുള്ളിയുടെ ഒക്കെ ഇതിൽ പോയി കഴിഞ്ഞാൽ വേറൊരു ലോകത്താണ് നമ്മൾ. അതിമനോഹരം. അപ്പൊ സാറിന്റെ തുടരും എന്നൊരു പടത്തിൽ ചെറിയൊരു സാധനം സാർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് പടം ഇറങ്ങും എനിക്കറിയത്തില്ല എത്രത്തോളം ഉണ്ടെന്നൊന്നും. ചെറിയൊരു സാധനമാണ്, പക്ഷെ അതിന്റെ ഒരു ചെറിയ ഭാഗമാകാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടി. അതിലുണ്ടല്ലേ? അപ്പൊ ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും 25-ാം തീയതി കഴിഞ്ഞ് ഈ പടം റിലീസ് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ അതിനകത്ത് എനിക്കറിയാം ഒരുപാട് പേര് തരുണിന്റെ ശിഷ്യഗണത്തെപ്പറ്റി ഒരുപാട് പേര് ഇതിനകത്ത് ഉണ്ടെന്നറിയാം. അപ്പം ഭയങ്കര സന്തോഷമായിട്ടൊരു വാർത്താനാണ് റോയി ഇപ്പൊ പറഞ്ഞ തുടരും ഉണ്ട് എന്ന് പറഞ്ഞത്. വളരെ സ്വന്തം അടിപൊളി നല്ലതായിട്ട് വരും. പക്ഷെ വലുതൊന്നുമല്ല, എനിക്കറിയാം അദ്ദേഹം ചെറിയ ചെറിയ റോളാണെങ്കിലും വലിയ ലാലായിട്ട്. പക്ഷെ അത് ആ ഒരു ചെറുതെങ്കിലും എനിക്ക് തരുൺ സാർ എന്നെ വിളിച്ച് തന്നതിൽ എനിക്ക് ഒരുപാട് ഞാനത് അറിയാണ്ടാണ് താങ്കൾ ഇതിൽ വിളിച്ചത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ താങ്കളെ കുറെ ദിവസമായിട്ട് ഞാൻ രേഖാചിത്രം കഴിഞ്ഞിട്ട് താങ്കളോടൊന്ന് സംസാരിക്കണമെന്ന്. സോ നല്ല വിശേഷം. അതിപ്പോ തൽക്കാലം ഞാനും താങ്കളും അറിഞ്ഞാൽ അത് 25-ാം തീയതി പടം റിലീസാകുമ്പോൾ താങ്കൾ ഉണ്ടെന്ന് അറിയട്ടെ മറ്റെല്ലാവരും. അപ്പൊ അത് ഭയങ്കര സന്തോഷമായ ദിവസമായി എനിക്കിപ്പം. വെരി ഗുഡ്. ഇപ്പൊ തരുണും താങ്കൾക്കും ഒക്കെ ഇതിനായിട്ട് തുടരിൽ നല്ലൊരു അടിപൊളി ആയിട്ട് വിജയം ആകട്ടെ. അത് കഴിഞ്ഞ് ഒരുപാട് പടങ്ങൾ താങ്കളെ തേടി വരട്ടെ. ഓക്കെ. ഈ ചിരിക്കുന്ന മുഖം എപ്പോഴും കാണാം ഉള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടണം. പലപ്പോഴും ഇത് വിളിക്കുക. ഓക്കെ. സന്തോഷം. അടിപൊളിയായിട്ട് വരട്ടെ. പുതിയ പടങ്ങൾ വിശേഷം ഞങ്ങളെ അറിയിക്കണം കേട്ടോ. സോ ഡ്രീം ടു ടെസ്റ്റ് എന്നാണ് ഞങ്ങള് ഈ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് പലർക്കും ഡ്രീംസ് ഉണ്ട്. ഈ ഡ്രീംസ് യഥാർത്ഥമാക്കാൻ നമുക്ക് ഒരുപാട് പ്രയാണമുണ്ട്.
ആ പ്രയാണത്തില് വിജയിച്ച ഒരു വ്യക്തിയാണ് എന്റെ മുന്നിൽ നിന്ന് റോയ് എന്ന് ഞാൻ പറയാം. പക്ഷെ തുടക്കമായിട്ടുള്ളൂ, ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട. അതിനോട് ജഗദീശൻ അതിന് അദ്ദേഹത്തിന് കൊടുക്കട്ടെ, അല്ലേ അല്ലേ റോയ്? അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ.